Hi friends, welcome to Jammy's Cook and Craft. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചോക്ലേറ്റ് ബ്രൗണിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 150 ഗ്രാം ചോക്ലേറ്റും 100 ഗ്രാം ബട്ടറുമാണ് എടുത്തിട്ടുള്ളത്. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം. മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുക്കുക, നന്നായിട്ട് പൊടിക്കുക, എന്നിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റർ വെച്ചിട്ടായാലും മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് 3 മുട്ടയാണ്. അപ്പോൾ ഓരോ മുട്ട ഇട്ടതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഈ ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് മുട്ട ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബീറ്ററാണ് ഇനി ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബീറ്റർ എടുത്തിട്ടുള്ളത്. നമ്മളങ്ങനെ ഓരോ മുട്ട ഇട്ടതിന് ശേഷവും ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 3 മുട്ട ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും ഞാനിവിടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ആവശ്യമില്ല. പിന്നെ നമ്മൾ നേരത്തെ സാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് 3 ബാച്ചസ് ആയിട്ട് നമുക്കിത് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ തവണയും ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ലോ സ്പീഡിലിട്ട് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നട്ട്സ് നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ എല്ലാ നട്ട്സും താഴത്തേക്ക് പോയി കിടക്കും. അപ്പോൾ നമുക്ക് നട്ട്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മൈദയുടെ പൊടി നട്ട്സിലൊന്ന് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ പാനാണ്. കുറച്ചും കൂടെ ബെറ്റർ 8 ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്യലാണ് ഹൈറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പാനിൻ്റെ സൈസും ബാറ്ററിൻ്റെ ഹൈറ്റും അനുസരിച്ച് കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈമിലും അതനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ എനിക്കിവിടെ എടുത്തിട്ടുള്ളത് ഒരു 25 to 30 മിനിറ്റ്സ് ആണ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ സെയിം ബാറ്റർ നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ഇതുപോലെ തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.